തേങ്ങ കൂട്ടിയിട്ടിട്ട് ഇതാ തേങ്ങ എന്ന് കാണിച്ച് ആരും ബേജാറാക്കണ്ട. ബഹുമാനപ്പെട്ട ശംസുലുലമയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ അഥവാ ഞാൻ ഉദ്ദേശിച്ച കൗമ് അവർ മനസ്സിലാക്കിയ ശംസുലുലമ, ഇപ്പോൾ ചില ആളുകൾ ശംസുലുലമയുടെ നല്ല ഭംഗിയുള്ള ഫോട്ടോ അതിങ്ങനെ ഫ്ലക്സായി പ്രദർശിപ്പിച്ച് ആ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഫ്ലക്സ് സമ്മേളനം കഴിഞ്ഞപ്പോൾ അത് തൂങ്ങിക്കിടക്കുന്നു. ആ നെറ്റിയിലേക്ക് കാക്ക കാഷ്ടിക്കുന്നു. അത് പിന്നീട് നിലത്ത് വീണ് അഴുക്ക് ചാലിൽ കിടക്കുന്നു. അഴുക്ക് ചാലിൽ നിന്ന് മാലിന്യങ്ങളെല്ലാം മുനിസിപ്പാലിറ്റിയിലെ വണ്ടി കോരിക്കൊണ്ടുപോകുമ്പോൾ മുനിസിപ്പാലിറ്റി വണ്ടിയിലാണ് ശംസുലുലമയെ കാണുന്നത്. ഇത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതിന് നിങ്ങൾക്ക് മാപ്പ് നൽകുകയില്ല സമസ്തയുടെ ആത്മാവ്. ശംസുലുലമയുടെ ആത്മാവ് നിങ്ങൾക്ക് മാപ്പ് നൽകുകയില്ല. ഇതാണോ ആദരവ്? ഇതാണോ ബഹുമാനം? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുലുലമയുടെയും അതുപോലെയുള്ള മഹാരഥന്മാരുടെയും ഒക്കെ ഫോട്ടോ പ്രദർശനം, ഇഷ്ടംപോലെ അവരുടെ തലകൾ, നിസ്കാരത്തയമ്പുകളും നല്ല താടിയുമുള്ള തലപ്പാവുമുള്ള അതിങ്ങനെ പ്രദർശനം. എന്നിട്ട് അത് മുനിസിപ്പാലിറ്റി തൊട്ടികളിലൊക്കെ വീണ് കിടക്കുന്നു. മുനിസിപ്പാലിറ്റിയിലെ വണ്ടി മാലിന്യം കൊണ്ടുപോയി തട്ടുമ്പോൾ അതിൽ കണ്ണിയത്ത് ഉസ്താദ്, അതിൽ ശംസുലുലമ. ഈ രൂപത്തിൽ അവരെ അപമാനിച്ചുകൊണ്ട് ഞങ്ങളാണ് സമസ്ത എന്ന് പറയുന്നവർ നിങ്ങൾ ഈ സമൂഹത്തോട് അല്ല, അവരുടെ ആത്മാവിനോടാണ് നിങ്ങൾ കളിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണമെന്ന് ഞങ്ങൾ ഈ സമയത്ത് ഉണർത്തുന്നുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ കുടുംബ പരമ്പരയിൽ 2 പരമ്പര, ഹസനി ഹുസൈനി, അത് രണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളുടെ മാലയിൽ കാണാൻ സാധിക്കും നമുക്ക്, അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആഉം ബറക്കത്തും എത്തുമേ എന്ന് അതിലൊരു വരി കാണും. അതേ പാരമ്പര്യത്തിൽ വന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ഉമ്മ വഴിക്കും വാപ്പ വഴിക്കും അന്തൽ ഹുസൈനിയവൽ ഹസനിയ കുന്തമഅ അബം വ ഉമ്മൻ ശരീഫൈനി ഖദിജ്തമഅ എന്ന് നമുക്ക് മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി മനസ്സിലാക്കി തന്ന ആ റൂട്ടിൽ നമ്മൾ പഠിച്ചാൽ താജുൽ ഉലമ തങ്ങൾ അവിടുത്തെ ഉമ്മ വഴിക്കും അവിടുത്തെ വാപ്പ വഴിക്കും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ പുത്രനാണ്. ബഹുമാനപ്പെട്ടവരുടെ 39ാമത്തെ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ അഹ്ലു ബൈത്തിലെ ശരിയായ പരമ്പര, ആ പരമ്പരയിൽ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധിയാർജിച്ച ബുഖാരി സാദാത്യങ്ങൾ, ആ ബുഖാരി സാദാത്യങ്ങളുടെ പരമ്പരയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലിമ്, സയ്യിദ്, മുദല്ലിസ്, ഖാളി, ഒട്ടേറെ തരീഖത്തുകളുടെ ഷെയ്ഖ് എന്ന പദവി അലങ്കരിച്ച ആളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവണം. ആ താജുൽ ഉലമ തങ്ങൾ 25 വർഷം മുമ്പ് ബഹുമാനപ്പെട്ടവർ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ ഒരു ഫോറസ്റ്റ് ഗ്രാമപ്രദേശമായ നിലമ്പൂരിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനത്തിന് വേണ്ടി വന്നു. മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയ നിലമ്പൂർ. അന്ന് ബഹുമാനപ്പെട്ടവർ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഉപ്പാപ്പ അവരുടെ വാപ്പ ചെറുപ്പത്തിൽ മുഹീദ്ദീൻ മാല ഇങ്ങനെ ഓതുമ്പോൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആഉം ബറക്കത്തും എത്തുമേ എന്ന വരി ഉപ്പ ചൊല്ലിത്തന്നു. ആ ചൊല്ലിത്തന്നിട്ട് അതിനെപ്പറ്റി വിശദീകരിച്ചു. അന്ന് മുതൽക്ക് എന്റെ 10ാമത്തെ വയസ്സ് മുതൽക്ക് ഞാൻ ഗൗസുൽ ആലം തങ്ങളുടെ പേരിൽ പതിവായി ഫാത്തിഹ ഓതുന്നുണ്ട്. ആ പതിവായ ഫാത്തിഹയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രശ്ന സങ്കീർണതയുടെ മധ്യത്തിലും എനിക്ക് ധൈര്യം നൽകുന്ന, എനിക്ക് സ്ഥൈര്യം നൽകുന്ന, എനിക്ക് എല്ലാം നൽകുന്ന എന്റെ മുമ്പിലുള്ള പരിച എന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമുക്ക് പ്രശ്നങ്ങളുടെ മുമ്പിൽ, പ്രതിസന്ധിയുടെ മുമ്പിൽ, എല്ലാറ്റിനു മുമ്പിലും നമുക്കൊരു കാവലായി ഉപ്പാപ്പയുടെ പേരിൽ മരിക്കുന്നത് വരെ നമുക്ക് ഫാത്തിഹ ഓതാം. അല്ലാഹു ആവതാക്കുമാറാവട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരോട് ബന്ധപ്പെടണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം
മുൻപേ നടന്നവരെ നോക്കി പുറകിലുള്ളവരെ നയിക്കാനാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ട്രെയിൻ, ഇതിന് മുൻപിൽ ഒരു എഞ്ചിൻ പോയിട്ടുണ്ട്. ആ എഞ്ചിന്റെ പുറകിൽ കമ്പാർട്ട്മെന്റ് ധാരാളം. നാം ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പാർട്ട്മെന്റ് 76ാമത്തേതാണെങ്കിൽ 75 മുന്നിൽ പോയിട്ടുണ്ട്. നമ്മുടെ പുറകിൽ ഇനി 23, 24 വരാനുണ്ട്. ഈ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന നാം മുന്നോട്ട് നോക്കണം. നമ്മുടെ മുൻപിലെ കമ്പാർട്ട്മെന്റിൽ അതിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കമ്പാർട്ട്മെന്റ് റെയിൽപാളത്തിൽ കൃത്യമായി പോകുമ്പോൾ അത് ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരമാണ്. നാം ഇരിക്കുന്ന കമ്പാർട്ട്മെന്റ് എപ്പോഴും മുന്നിലുള്ളവരെ നോക്കണം. നമ്മുടെ പുറകിൽ വരുന്നവർ വഴി തെറ്റാതിരിക്കാൻ നാം നമ്മുടേത് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ബാധ്യത ബാക്കിലുള്ളവർക്ക് വഴി കാണിക്കുക, മുൻപേ പോയവരെ പിന്തുടരുക. അതാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി ഉദ്കുറു മഹാസിന മൗതാക്കും. നിങ്ങളോട് വിട പറഞ്ഞ മഹാന്മാരുടെ നന്മകൾ, അവരുടെ ഏടുകൾ, അവരുടെ ചരിത്രങ്ങൾ അത് നിങ്ങൾ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. ചരിത്രം പറയുമ്പോൾ ശ്രദ്ധിക്കണം. അതിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചരിത്രം പറയണം. 6 വയസ്സായ ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവനെ പിടിച്ചിട്ട് 60-കാരനാക്കി ബഹുമാനിച്ചാൽ അത് 60 ആകൂല. നമ്മൾ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന കാലത്ത് ഇല്ലാത്ത ഒരു SYS, നമ്മൾ 40ാം വാർഷികം ആഘോഷിക്കുന്ന കാലത്ത് ഇല്ലാത്ത ഒരു SYSന് എപ്പോഴാണ് 60 തികഞ്ഞത് എന്ന് ലോകമാരും അറിഞ്ഞിട്ടില്ല. അത് 6 വയസ്സായ കുട്ടിയെ പിടിച്ചിട്ട് നിനക്ക് 60 പറഞ്ഞാൽ അതെവിടുന്ന് 60 ആവുക? നമ്മുടെ നാട്ടിലൊരു ജുമാഅത്ത് പള്ളിയിലുണ്ടായി. കോളേജ് വിട്ട് സ്കൂൾ വിട്ട് കുട്ടികൾ ഒന്നായിട്ട് വാങ്ങി കേട്ടപ്പോൾ പള്ളിയിൽ വന്നു. ഒതു എടുക്കുന്നിടത്ത് തിക്കും തിരക്കുമായി കുറെ കുട്ടികൾക്ക് ജുമാഅക്ക് 2 റക്അത്ത് കിട്ടി, കുറച്ച് കുട്ടികൾക്കൊക്കെ 1 റക്അത്ത് കിട്ടി, ചില കുട്ടികൾക്കൊക്കെ അത്തഹിയാത്ത് മാത്രം കിട്ടി. സലാം വീട്ടിയപ്പോ എല്ലാവരും ഒരുമിച്ചാ സലാം വീട്ടി. അപ്പൊ നിസ്കാരം കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ തമ്മിൽ സംസാരിച്ചോടോ, നിനക്ക് ജുമാ കിട്ടിയോ? ളുഹർ 4 റക്അത്ത് നിസ്കരിക്കണ്ടേ, നിനക്ക് കിട്ടിയോ? ഇല്ല. ജുമാ കിട്ടിയോ? ആ ജുമാ കിട്ടി. എത്ര ജുമാ കിട്ടിയത്? എനിക്ക് അത്തഹിയാത്ത് കിട്ടി ഒരാള്. മറ്റേ ആൾ പറഞ്ഞു എനിക്ക് 1 റക്അത്ത് കിട്ടി. അപ്പൊ വിവരമുള്ളവർ ചോദിച്ചു,